നമസ്തേ. സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് എവിടെ, എവിടെ നിന്ന്, എവിടെ വരെ അങ്ങനെയുള്ള വാക്കുകൾ ചേർത്തിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകൾ ഡെയിലി യൂസിന് ആവശ്യമായിട്ടുള്ളത് നോക്കാം. എവിടെ എന്നുള്ളതിന് കഹ, അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എവിടെയാണ്? കഹാ ഹേ. എവിടെയാണ് എന്നുള്ളതിന് കഹാ ഹേ. നീ എവിടെയാണ്? തൂ കഹാ ഹേ. നീ എവിടെയാണ്? തൂ കഹാ ഹേ. എവിടെയായിരുന്നു? കഹാം ഥാ. ഥാ ചേർക്കണം. എവിടെയായിരുന്നു? കഹാം ഥാ. നീ എവിടെയായിരുന്നു എന്നുള്ളതിന് തൂ കഹാം ഥാ. നീ എവിടെയായിരുന്നു? തൂ കഹാം ഥാ. ഇനി ഈ തൂവിന് പകരം തും ആണെങ്കിൽ തും കഹാം ഥേ, ആപ് കഹാം ഥേ, അങ്ങനെയൊക്കെ ചോദിക്കാം. എവിടെയായിരിക്കും? കഹാ ഹോഗ. ആയിരിക്കും എന്നുള്ളതിന് ഹോഗ. കഹാ ഹോഗ. എവിടെയായിരിക്കും? നാളെ നീ എവിടെയായിരിക്കും? കൽ തു കഹാം ഹോഗ. കൽ തു കഹാ ഹോഗ. കൽ എന്നുള്ളത് നാളെ. കല്ലിന് ഇന്നലെ എന്നൊരർത്ഥവും കൂടെ ഉണ്ട്. അത് നമ്മൾ ഓരോ സെൻറ്റൻസിനനുസരിച്ച് സാഹചര്യത്തിനനുസരിച്ചായിരിക്കും പറയുന്നത്. എവിടെ ആയിരിക്കും എന്ന് ചോദിക്കുമ്പോൾ നാളത്തെ കാര്യമാണല്ലോ. കൽ തു കഹാം ഹോഗ. നീ എവിടെ പോവുകയാണ്? നീ എന്നുള്ളത് തു. എവിടെ? കഹാ. ജാ രഹാ ഹേ. പോവുകയാണ്. നീ എവിടെ പോവുകയാണ്? തു കഹാ ജാ രഹാ ഹേ. നീ ഇന്നലെ എവിടെ പോയിരുന്നു? നീ എന്നുള്ളതിന് തു. ഇന്നലെ എന്നുള്ളതിന് കൽ. തു കൽ കഹാ ഗയാ ഥാ. എവിടെ പോയിരുന്നു? കഹാ ഗയാ ഥാ. തു കൽ കഹാ ഗയാ ഥാ. നീ ഇന്നലെ എവിടെ പോയിരുന്നു? നീ നാളെ എവിടെ പോകും? തു കൽ കഹാ ജായേഗ. ഇവിടെ നമ്മൾ കല്ല് തന്നെ യൂസ് ചെയ്തേ, പക്ഷേ എവിടെ പോകും എന്നുള്ളത് ഭാവിയിൽ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ കൽ എന്നുള്ളത് നാളെ. നീ നാളെ എവിടെ പോകും? തൂ കൽ കഹാ ജായേഗ. തൂ കൽ കഹാ ജായേഗ. നീ നാളെ എവിടെ പോകും? ഇനി നീ നാളെ എവിടെ പോകാൻ പോവുകയാണ്? നമ്മൾ അങ്ങനെ ചോദിക്കത്തില്ലേ? തൂ കൽ കഹാ ജാനേ വാലേ ഹേ. തൂ കൽ കഹാ ജാനേ വാലേ ഹേ. പോകാൻ പോവുകയാണ്. എവിടെ പോകാൻ പോവുകയാണ്? കഹാ ജാനേ വാലേ ഹേ. നമ്മൾ ഈ വാല, വാലേ, വാലി ചേർത്തിട്ടുള്ള വീഡിയോ വേറെ ചെയ്തിട്ടുണ്ട്. അത് നോക്കിയാൽ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. ഇനി എവിടെ നിന്ന്? കഹാസേ. സേ എന്നുള്ളത് നിന്ന്. എവിടെ നിന്ന്? കഹാസേ. അത് ചേർത്തിട്ടുള്ള സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം. അവൻ എവിടെ നിന്ന് വരാൻ പോവുകയാണ്? വ കഹാസേ ആനേ വാലാ ഹേ. വരാൻ പോവുകയാണ്. ആനേ വാല. വ കഹാസേ ആനേ വാലാ ഹേ. എവിടെ നിന്ന് വാങ്ങിച്ചു? കഹാസേ ഖരീദ. ഖരീദന എന്ന് പറഞ്ഞാൽ വാങ്ങിക്കുക. ഖരീദ വാങ്ങിച്ചു. കഹാസേ ഖരീദ. എവിടെ നിന്ന് വാങ്ങിച്ചു? തുണി എവിടെ നിന്ന് വാങ്ങിച്ചു എന്നുള്ളതിന് കപ്പട കഹാസേ ഖരീദ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ പച്ചക്കറി എവിടെ നിന്ന് വാങ്ങിച്ചു? സബ്ജി കഹാസേ ഖരീദ. അങ്ങനെ എന്ത് വാക്ക് വേണമെങ്കിലും ചേർത്തിട്ട് നമുക്ക് കഹാസേ ഖരീദ എവിടെ നിന്ന് വാങ്ങിച്ചു എന്ന് ചോദിക്കാം. എവിടെ നിന്ന് കൊണ്ടുവന്നു? എവിടെ നിന്നുള്ളത് നമുക്കറിയാം. കഹാസേ. കൊണ്ടുവന്നു ലായ. എവിടെ നിന്ന് കൊണ്ടുവന്നു? കഹാസേ ലായ. കഹാസേ ലായ. നിങ്ങൾ എവിടെ നിന്നാണ് സംസാരിക്കുന്നത്? നിങ്ങൾ എന്നുള്ളതിന് തും. എവിടെ നിന്നെന്നുള്ളത് നമുക്കറിയാം. കഹാസേ. സംസാരിക്കുക എന്നുള്ളതിന് ബോൽന എന്ന് പറയും. അപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ബോൽ രഹേ ഹോ. തും കഹാസേ ബോൽ രഹേ ഹോ. തും കഹാസേ ബോൽ രഹേ ഹോ. നിങ്ങൾ എവിടെ നിന്നാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സംസാരിക്കുന്നത്? താങ്കൾ എവിടെ നിന്നാണ്? ആപ് കഹാസേ ഹേ. അതിൻ്റെ അർത്ഥം നിങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്നുള്ള അർത്ഥമാണ്. ആപ് കഹാസേ ഹേ. താങ്കൾ എവിടെ നിന്നാണ്? അല്ലെങ്കിൽ തും കഹാസേ ഹോ എന്നും ചോദിക്കാം. നിങ്ങൾ എവിടെ നിന്നാണ്? താങ്കൾ എവിടെ നിന്നാണ്? ആപ് കഹാസേ ഹേ. എവിടെ വരെ? കഹാം തക്. തക്ക് എന്ന് പറഞ്ഞാൽ വരെ. എവിടെ വരെ? കഹാം തക്. എക്സാമ്പിൾസ് നോക്കാം. എവിടെ വരെ പോകുന്നു? കഹാം തക് ജാത്താ ഹേ. കഹാം തക് ജാത്താ ഹേ. എവിടെ വരെ പോകുന്നു? ഈ റോഡ് എവിടെ വരെ പോകുന്നു? ഏ സടക് കഹാം തക് ജാത്താ ഹേ. എവിടെ വരെ പഠിപ്പിച്ചു? കഹാം തക് പഠായ. പഠായ പഠിപ്പിച്ചു. സ്കൂളിൽ എവിടം വരെ പഠിപ്പിച്ചു? സ്കൂൾ മേ കഹാം തക് പഠായ എന്ന് നമ്മൾ ചോദിക്കത്തില്ലേ? സ്കൂളിൽ ഇത് എവിടം വരെ പഠിപ്പിച്ചു? സ്കൂൾ മേ കഹാം തക് പഠായ. എവിടെ വരെ എത്തി? കഹാം തക്
പഹൂഞ്ച, പഹൂഞ്ചിന എത്തുക, പഹൂഞ്ച എത്തി. കഹാൻ തക് പഹൂഞ്ച, എവിടം വരെ എത്തി. എവിടെ വരെ പോകും, കഹാൻ തക് ജായേങ്കെ, ജായേങ്കെ പോകും. കഹാൻ തക് ജായേങ്കെ, എവിടെ വരെ പോകും. എവിടെ വരെ പോയിരുന്നു, കഹാൻ തക് ഗയേ ഥേ. നമ്മൾ ആരോടെങ്കിലും ചോദിക്കുക, നിങ്ങൾ എവിടെ വരെ പോയിരുന്നു, തും കഹാൻ തക് ഗയേ ഥേ, അല്ലെങ്കിൽ ആപ് കഹാൻ തക് ഗയേ ഥേ, എവിടെ വരെ പോയിരുന്നു. ഇനി എവിടെയെല്ലാം, അതെങ്ങനെ ചോദിക്കും, കഹാൻ കഹാൻ. കഹാൻ എന്ന് പറഞ്ഞാൽ എവിടെ, കഹാൻ കഹാൻ എന്ന് ചോദിച്ചാൽ എവിടെയെല്ലാം. എവിടെയെല്ലാം പോകും, കഹാൻ കഹാൻ ജായേങ്കെ, എവിടെയെല്ലാം പോകും. കഹാൻ കഹാൻ ജായേങ്കെ, ജായേങ്കെ എന്ന് പറഞ്ഞാൽ പോകും. കഹാൻ കഹാൻ ജായേങ്കെ, എവിടെയെല്ലാം പോകും. കറങ്ങാൻ എവിടെയെല്ലാം പോയിരുന്നു. കറങ്ങുക എന്നുള്ളതിന് ഘൂംന, ഘൂംനെ കഹാൻ കഹാൻ ഗയേ ഥേ, എവിടെയെല്ലാം പോയിരുന്നു. ഘൂംനെ കഹാൻ കഹാൻ ഗയേ ഥേ. ഇവിടെ സിനിമ തിയേറ്റർ എവിടെയൊക്കെയാണ്. നമ്മൾ പുതിയൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ ആരോടെങ്കിലും അങ്ങനെ ചോദിക്കും അല്ലേ, ഇവിടെ സിനിമ തിയേറ്റർ എവിടെയൊക്കെയാണ്. ഇധർ സിനിമാഘർ കഹാൻ കഹാ ഹേ. സിനിമാഘർ എന്ന് പറഞ്ഞാൽ സിനിമയുടെ തിയേറ്റർ. ഇധർ ഇവിടെ, കഹാൻ കഹാ ഹേ എവിടെയൊക്കെയാണ്. ഇധർ സിനിമാഘർ കഹാൻ കഹാ ഹേ. ഇധർ സിനിമാഘർ കഹാൻ കഹാ ഹേ. എവിടെ നിന്നൊക്കെ, കഹാൻ കഹാ സേ. എവിടെ നിന്നൊക്കെ, കഹാൻ കഹാ സേ. ക്രിക്കറ്റ് കളി കാണുന്നതിന് വേണ്ടി എവിടെ നിന്നൊക്കെയാണ് ആൾക്കാർ വരുന്നത്. നമുക്ക് കുറച്ചായിട്ട് നോക്കാം. ക്രിക്കറ്റ് കളി, ക്രിക്കറ്റ് മാച്ച്, കാണുന്നതിന് വേണ്ടി, ദേഖിനെ കേ ലിയേ, കാണുന്നതിന് വേണ്ടി, ദേഖിനെ കേ ലിയേ. എവിടെ നിന്നൊക്കെയാണ്, കഹാൻ കഹാ സേ, ആൾക്കാർ വരുന്നത്. ലോഗ് ആത്തേ ഹേ, ലോഗ് ആത്തേ ഹേ, ആൾക്കാർ വരുന്നത്. ക്രിക്കറ്റ് മാച്ച് ദേഖിനെ കേ ലിയേ, ക്രിക്കറ്റ് കളി കാണുന്നതിന് വേണ്ടി, കഹാൻ കഹാ സേ ലോഗ് ആത്തേ ഹേ, എവിടെയൊക്കെ നിന്നാണ് ആൾക്കാർ വരുന്നത്. ക്രിക്കറ്റ് കളി കാണുന്നതിന് വേണ്ടി, ക്രിക്കറ്റ് മാച്ച് ദേഖിനെ കേ ലിയേ, കഹാൻ കഹാ സേ ലോഗ് ആത്തേ ഹേ, എവിടെ നിന്നൊക്കെയാണ് ആൾക്കാർ വരുന്നത്. ക്രിക്കറ്റ് മാച്ച് ദേഖിനെ കേ ലിയേ കഹാൻ കഹാ സേ ലോഗ് ആത്തേ ഹേ. സീതയുടെ കല്യാണത്തിന് എവിടെ നിന്നൊക്കെയാണ് ആൾക്കാർ വരാൻ പോകുന്നത്, കല്യാണത്തിൽ പങ്കെടുക്കാൻ വേണ്ടി. സീതയുടെ കല്യാണത്തിൽ, സീതാ കി ഷാദി മേ കഹാൻ കഹാ സേ, എവിടെ നിന്നൊക്കെയാണ്, ലോഗ് ആനേ വാലാ ഹേ, എവിടെ നിന്നൊക്കെയാണ് ആൾക്കാർ വരാൻ പോകുന്നത്. ആനേ വാലേ ഹേ, ലോഗ് ആനേ വാലേ ഹേ. സീതാ കി ഷാദി മേ കഹാൻ കഹാ സേ ലോഗ് ആനേ വാലേ ഹേ, എവിടെ നിന്നൊക്കെയാണ് ആൾക്കാർ വരാൻ പോകുന്നത്. സീതാ കി ഷാദി മേ കഹാൻ കഹാ സേ ലോഗ് ആനേ വാലേ ഹേ. നമ്മൾ ചോദിക്കുക എവിടെ നിന്നൊക്കെയാണ് ആൾക്കാർ വരുന്നത്. സീതാ കി ഷാദി മേ കഹാൻ കഹാ സേ ലോഗ് ആനേ വാലേ ഹേ. എപ്പോഴും പറയുന്നത് പോലെ ഈ വീഡിയോ വീണ്ടും വീണ്ടും കേട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഈ വാല, വാലേ, വാലി ചേർത്തിട്ടുള്ള വീഡിയോ ക്ലാസ് 12ലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് വീണ്ടും ഒന്നുകൂടെ നന്നായിട്ട് കേൾക്കുവാണെങ്കിൽ അങ്ങനെയുള്ള സെൻറ്റൻസുകൾ പറയാൻ വളരെ എളുപ്പമായിരിക്കും. പഴയ വീഡിയോസ് വീണ്ടും വീണ്ടും കണ്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. താങ്ക് യു.